കാനോൻ നിയമങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ഫാദർ ജോർജ് മാത്യു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂതബാധ എന്ന വാക്ക് കേവലം പ്രാകൃതമായ വിശ്വാസങ്ങളുടെ ഒരു അവശിഷ്ടം മാത്രമായിരുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഏതൊരു മന്ത്രവാദ ശ്രമവും അദ്ദേഹത്തിന് അസ്വീകാര്യവുമായിരുന്നു. റീത്ത് ഓഫ് എക്സോസിസം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യത്തോടെ നിയമഗ്രന്ഥങ്ങൾക്കിടയിൽ പൊടി പിടിച്ച് കിടന്നു. അതുകൊണ്ട് തന്നെ മെത്രോപൊളിറ്റൻ ബസലിക്കയുടെ ചുമതലയുള്ള തനിക്ക് ഇടുക്കി അതിർത്തിയിലെ ഒരു മലയോര ഗ്രാമത്തിലേക്ക് അടിയന്തരമായി ഒരു കേസ് ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നപ്പോൾ ഫാദർ ജോർജിന് അതൊരു മോശം തമാശയായി തോന്നി. അത് നമുക്ക് ഡീൻ അച്ഛനെ ഏൽപ്പിക്കാമായിരുന്നില്ലേ തിരുമേനി? കാനോൻ നിയമത്തിൽ എന്റെ വൈദഗ്ധ്യം ആവശ്യമുള്ള കാര്യമാണോ ഇത്? ഫാദർ ജോർജ് തന്റെ സംശയം മറച്ചുവെച്ചില്ല. ആർച്ച് ബിഷപ്പ് മാർ തോമസ് കുറിച്ചിത്താനം തന്റെ കസേരയിൽ അല്പം പിറകിലേക്ക് ചാരി കണ്ണട ഊരി മേശപ്പുറത്തു വെച്ചു. അദ്ദേഹത്തിന്റെ മുഖം അസാധാരണമാവിധം വിളറിയിരുന്നു. ജോർജ് അച്ചോ, ഇതൊരു നിയമപരമായ കാര്യമല്ല, ഇതൊരു സഭാപരമായ കടമയാണ്. ആ തറവാട്ടിലെ കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടതുണ്ട്. പല കാരണങ്ങളാൽ ഈ ദൗത്യം താങ്കൾക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ. മറ്റുള്ളവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം താങ്കൾക്ക് അവിടെ എത്തിയാൽ മനസ്സിലാകും. മെത്രാന്റെ വാക്കുകളിലെ ഭയം ഫാദർ ജോർജിന്റെ മനസ്സിൽ ആദ്യമായി ഒരു തരിപ്പ് സൃഷ്ടിച്ചു. തോൽവി സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം തലയാട്ടി. മുട്ടമക്കൽ കുന്നത്ത്, അതായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. കോട്ടയത്ത് നിന്ന് ഏകദേശം 3.5 മണിക്കൂർ ദുർഘടമായ യാത്ര. ചൊവ്വാഴ്ച ജൂലൈ മാസത്തിലെ ഉച്ചയ്ക്ക് കനത്ത മഴയത്ത് ഫാദർ ജോർജ് യാത്ര ആരംഭിച്ചു. വൈകുന്നേരം 4 മണിയായിരുന്നുള്ളൂ എങ്കിലും മഴയുടെ ശക്തി കാരണം അന്തരീക്ഷം രാത്രിയുടെ പ്രതീതി നൽകി. അദ്ദേഹത്തിന്റെ ഡ്രൈവറായ ഔസേപ്പ് റോഡരികിലെ ഒരു ചെറിയ ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. ഇനി ഇവിടെ നിന്ന് നേർവഴിയില്ലച്ചോ, ചെളി നിറഞ്ഞ ഒറ്റയടിപ്പാതയാണ്, വണ്ടി പോകാൻ സാധ്യതയില്ല, നമ്മൾ ഇനി നടന്നോണം, ഔസേപ്പ് പറഞ്ഞു. ഇനി എത്ര ദൂരമുണ്ട്? ഒരു കുന്നുകയറ്റം കഴിഞ്ഞാൽ 1 കിലോമീറ്റർ. ഒരു പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ് പോലത്തെ തറവാടാണ്. ചായക്കടയുടെ ഉടമ തലയില്ലാത്ത ഒരു തടിയിൽ കൊത്തിയ യേശുക്രിസ്തുവിന്റെ രൂപത്തിനു മുന്നിൽ ഭയത്തോടെ കുരിശു വരച്ച് ഫാദർ ജോർജിനെ നോക്കി. അച്ചോ, അവിടത്തേക്ക് പോവുകയാണെങ്കിൽ സൂക്ഷിക്കണം. അതൊരു ശാപം പിടിച്ച സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒരു വെളിച്ചപ്പാടിനും അറിയില്ല. ഫാദർ ജോർജ് പുഞ്ചിരിച്ചു. ഭയപ്പെടാനൊന്നുമില്ല, മനുഷ്യനുണ്ടാക്കുന്ന ഭയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂതം. എന്നാൽ ആ യാത്രയിൽ ഫാദർ ജോർജിന്റെ ഉള്ളിലെ യുക്തിയുടെ കോട്ടകൾക്ക് ആദ്യമായി വിള്ളൽ വീണു. കറുത്ത റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള പാത സൂര്യരശ്മികൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം ഇരുണ്ടതായിരുന്നു. മണ്ണും ചളിയും കലർന്ന വെള്ളം ചെരുവുകളിലൂടെ ഒരു നദി പോലെ ഒഴുകി. മൊബൈൽ നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. 6 മണിയോടടുത്ത് അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. മുട്ടമക്കൽ കുന്നത്ത് തറവാട്. അതൊരു വീടായിരുന്നില്ല, ഒരു ദുരന്തത്തിന്റെ നിഴലായിരുന്നു. ചുറ്റും കാട് കയറിയും തകർന്ന ഇഷ്ടിക ഭിത്തികൾക്ക് മുകളിൽ ഈർപ്പം പറ്റിപ്പിടിച്ച ഓലമേഞ്ഞ മേൽക്കൂരയും. 100 വർഷമെങ്കിലും പഴക്കമുള്ള ആ കെട്ടിടത്തിന്റെ ഓരോ കല്ലിലും ഒരു തരം നിശബ്ദത തങ്ങി നിന്നിരുന്നു. അത് നിശബ്ദതയായിരുന്നില്ല, മറിച്ച് ശബ്ദങ്ങളുടെ അഭാവമായിരുന്നു. അവിടെ മനുഷ്യന്റെയോ പക്ഷികളുടെയോ ഒരൊറ്റ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. തറവാടിന്റെ പ്രധാന വാതിലിൽ ഇരുണ്ട തേക്ക് തടിയിൽ തീർത്തത് വലിയ ഇരുമ്പ് പൂട്ടുവെച്ച് പുറത്തുനിന്ന് അടച്ചിരുന്നു. അച്ചോ, ഈ വീട് പൂട്ടിയിരിക്കുകയാണോ? ഔസേപ്പ് വാതിലിലേക്ക് നോക്കി. ഫാദർ ജോർജ് മുന്നോട്ട് നടന്നു. അദ്ദേഹം വാതിലിൽ മുട്ടിയില്ല. പകരം ലോഹത്തിന്റെ കതകിൽ പതിഞ്ഞ കൈകളാൽ ഒന്ന് തലോടി. തണുത്ത ഈർപ്പമുള്ള ലോഹം. ആ നിമിഷം തറവാടിന്റെ ഉള്ളിൽ നിന്നും ഒരു നേരിയ ശബ്ദം കേട്ടു. ഒരു ലോഹപാത്രത്തിൽ വെള്ളം ഇറ്റുവീഴുന്നതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു താളത്തിലുള്ള ശബ്ദം. അദ്ദേഹം കാത്തിരുന്നു. അധികം വൈകാതെ ഇരുമ്പുവാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. വാതിൽ തുറന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വെളുത്ത മുടിയും കറുത്ത കണ്ണടയും വെച്ച ക്ഷീണിതനായ ഒരു വൃദ്ധനായിരുന്നു. മുട്ടമക്കൽ തറവാട്ടിലെ കാരണവരായ മാത്യൂസ്. വരാൻ വൈകിയല്ലോ അച്ചോ, മഴ. മാത്യൂസ് പാതിയിൽ നിർത്തി. ദൈവം തരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചോണം. ഫാദർ ജോർജ് ചെറുതായി പുഞ്ചിരിച്ചു. അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഇരുട്ടിൽ ആദ്യമൊന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും തറവാടിനുള്ളിലെ അന്തരീക്ഷം അദ്ദേഹത്തെ ഞെട്ടിച്ചു. പുറത്തു പെയ്യുന്ന മഴയുടെ ഈർപ്പമായിരുന്നില്ല അവിടെ, മറിച്ച് വായുവിൽ തങ്ങി നിൽക്കുന്ന ദുർഗന്ധവും മരവിച്ച ഒരു തണുപ്പുമായിരുന്നു. അത് സാധാരണ തണുപ്പായിരുന്നില്ല, ജീവന്റെ താപം വലിച്ചെടുക്കുന്ന ഒരുതരം ശൂന്യതയായിരുന്നു. അമ്മുവിനെയാണ്. മാത്യൂസ് കാരണവർ സംസാരിക്കാൻ തുടങ്ങി. ശബ്ദം ഒട്ടുമുയർത്താതെ, വളരെ പതുക്കെ. മുറ്റത്തുള്ള ഒറ്റക്കൽ മണ്ഡപത്തിന്റെ താഴത്തെ നിലയിലെ മുറിയിൽ കുരിശു പൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇങ്ങനെയാണച്ചോ. ഭക്ഷണം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫാദർ ജോർജ് തിരക്കി. കതകിലെ ചെറിയ ദ്വാരത്തിലൂടെ. വെള്ളവും അതേപോലെ. ഞങ്ങൾ അടുത്തു പോകാറില്ല. രാത്രിയായാൽ അവൾ പഴയ മലയാളത്തിൽ ആർക്കും മനസ്സിലാകാത്ത എന്തൊക്കെയോ അലറി വിളിക്കും. ശബ്ദം കേട്ട് അടുത്തുള്ള വീടുകളിലുള്ളവർ പോലും പേടിച്ച് പള്ളിയിൽ പോയി കിടന്നുറങ്ങുകയാണ് പതിവ്. മാത്യൂസ് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ? ശരീരം, കണ്ണുകൾ, സംസാരം?
ഫാദർ ജോർജ് ചോദിച്ചു. മാത്യൂസ് കണ്ണുകൾ അമർത്തി തുടച്ചു. അവളുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങും. ശരീരം അസാധാരണമാം വിധം ബലം വയ്ക്കും. ഏറ്റവും പേടിപ്പെടുത്തുന്നത് അവളുടെ ശബ്ദമാണ്. അതവളുടേതല്ല, ഒരു വൃത്തികെട്ട കട്ടിയുള്ള പുരുഷ ശബ്ദം. ഫാദർ ജോർജ് തൻ്റെ ബാഗിൽ നിന്നും കട്ടിയുള്ള തുകൽ കവചത്തിലെ ബൈബിളും വിശുദ്ധ തൈലവും വെഞ്ചരിച്ച വെള്ളവും പുറത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോഴും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ തേടുകയായിരുന്നു. അപസ്മാരം, സ്കീസോഫ്രീനിയ, അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഹിസ്റ്റീരിയ. എനിക്കൊന്ന് ഒറ്റയ്ക്ക് മുറി കാണണം, അദ്ദേഹം പറഞ്ഞു. തറവാടിൻ്റെ പുറകുവശത്തെ ഒറ്റക്കൽ മണ്ഡപം 4 ഇരുണ്ട തൂണുകളോടുകൂടിയ ഒരു കെട്ടിടമായിരുന്നു. അതിൻ്റെ താഴത്തെ നിലയിലായിരുന്നു അമ്മുവിനെ പൂട്ടിയിട്ടിരുന്നത്. മുറിയുടെ തേക്കിൻതടിയിലുള്ള വാതിലിൽ പുറത്ത് ഒരു വലിയ കുരിശ് തലകീഴായി വെച്ചിരിക്കുന്നത് ഫാദർ ജോർജ് ശ്രദ്ധിച്ചു. എന്താ ഇത്? അദ്ദേഹം ചോദിച്ചു. അതവൾ വലിച്ചെറിഞ്ഞ കുരിശാണ്. എത്ര വച്ചാലും അതവൾ തട്ടിമാറ്റും. ഒടുവിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പുറത്ത് പൂട്ടിയിട്ടു, മാത്യൂസ് പറഞ്ഞു. ഫാദർ ജോർജ് വാതിലിൻ്റെ ചെറിയ ദൂരത്തിലൂടെ അകത്തേക്ക് നോക്കി. ഇരുട്ട്. ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഇരുട്ടിനുള്ളിൽ എന്തോ ഒന്ന് അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ണുകളായിരുന്നില്ല, മറിച്ച് തിളങ്ങുന്ന ഒരൊറ്റ വെളുത്ത വരയായിരുന്നു. ഒരു ചിരിയാണോ അത്? ഞാൻ ഫാദർ ജോർജ് മാത്യു. ഞാനാണ് ഇവിടെ പുതുതായി വന്നിട്ടുള്ളത്. പേടിക്കണ്ട, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്, ശാന്തമായി ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. നിശബ്ദത. പിന്നെ ആ മുറിയിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. അത് ചിരിയോ കരച്ചിലോ ആയിരുന്നില്ല, മറിച്ച് ദൂരെ എവിടെയോ ഒരു കരിങ്കല്ലിൽ ഇരുമ്പുകോൽ ഉരസുന്നത് പോലെയുള്ള ഒരു കടുപ്പമുള്ള ശബ്ദം. ജോർജ്, നീ കാനോൻ നിയമം പഠിച്ചവനല്ലേ? നിന്റെ നിയമപുസ്തകങ്ങളിൽ എന്നെ പുറത്താക്കാനുള്ള എന്തു വകുപ്പാണുള്ളത്? നീ വെറും പണ്ഡിതനാണ്, പുരോഹിതനല്ല. ഫാദർ ജോർജ് ഒന്ന് ഞെട്ടി. നിയമം എന്ന വാക്ക്, അതും തൻ്റെ പ്രത്യേക വിഷയത്തെക്കുറിച്ച് തികച്ചും അപരിചിതമായ ഒരു സാഹചര്യത്തിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് ഒരടി തെറ്റി. എനിക്ക് നിന്റെ തന്ത്രങ്ങളറിയാം, ഫാദർ ജോർജ് തൻ്റെ ഭയം ഉള്ളിലൊതുക്കി മറുപടി നൽകി. എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ അധികാരമുണ്ട്. നീയുടൻ മടങ്ങിപ്പോകും. അധികാരമോ? ഞാനാണ് ഇവിടെ അധികാരി. നീ വെറുതെ വിയർക്കുകയാണ് ജോർജ്. മുറിയിൽ നിന്നും വന്ന ആ ശബ്ദം പെട്ടെന്ന് മാറി. അത് ഒരു യുവതിയുടെ വളരെ മനോഹരമായ ഒരു നാടൻ പാട്ടിൻ്റെ ഈണമായി. കൈതപ്പൂമണമുള്ള കാറ്റിലിരുന്നിട്ടും എനിക്കെന്തേ മോഹം, മരിക്കാൻ മോഹം. പാട്ട് പെട്ടെന്ന് നിലച്ചു. പിന്നീട് ഒരു തുള്ളി വെള്ളം വാതിലിൻ്റെ ദൂരത്തിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണു. അത് സാധാരണ ജലമായിരുന്നില്ല, മറിച്ച് കട്ടിയുള്ള കറുത്ത ദുർഗന്ധമുള്ള ഒരു ദ്രാവകമായിരുന്നു. അതിൻ്റെ തുള്ളികൾ പതിച്ച സ്ഥലത്തെല്ലാം തേക്കിൻതടി കറുത്ത് കരിഞ്ഞതുപോലെയായി. ഇത് നിനക്കുള്ള സമ്മാനമാണ്. അകത്തു നിന്നുള്ള ശബ്ദം വീണ്ടും കട്ടിയുള്ള പുരുഷസ്വരത്തിലേക്ക് മാറി. ഇതൊരിക്കലും അവസാനിക്കില്ല ജോർജ്. ഫാദർ ജോർജ് മാത്യു ഉയർത്തു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുരിശുരൂപം തുളഞ്ഞുകയറുന്നതുപോലെ തോന്നി. തണുത്ത ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ശരീരം ചൂടുപിടിച്ചു. മാത്യൂസ് കാരണവർ ഭയത്തോടെ പിന്നോട്ട് മാറി. ഇതാണച്ചോ ഞങ്ങൾ ദിവസവും കേൾക്കുന്നത്. തറവാട്ടിലെ ഏറ്റവും വലിയ മുറിയാണ് ഫാദർ ജോർജിന് താമസിക്കാൻ നൽകിയത്. 40 അടി നീളവും 30 അടി വീതിയുമുള്ള ആ മുറിയിൽ കട്ടിലിനടുത്ത് നിലത്ത് ഒരു മൺവിളക്ക് മാത്രം തെളിഞ്ഞു നിന്നിരുന്നു. ആ മുറിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. രാത്രി 9 മണിയോടെ വളരെ ലളിതമായ അത്താഴം കഴിഞ്ഞ് മാത്യൂസ് കാരണവർ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയി. ആ പഴയ വീട്ടിൽ ആകെ ഫാദർ ജോർജ് മാത്രം. ബാക്കിയുള്ളവർ അടുത്തുള്ള പള്ളി കോമ്പൗണ്ടിൽ അഭയം തേടിയിരുന്നു. ഫാദർ ജോർജ് തറവാട്ടിലെ ഭീകരതയെ നേരിടാൻ മാനസികമായി തയ്യാറെടുത്തു. അദ്ദേഹം തൻ്റെ കാനോൻ നിയമ പുസ്തകങ്ങൾ തുറന്നു. നിയമത്തിൽ ഭൂതബാധയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ, മന്ത്രവാദത്തിനുള്ള സഭയുടെ അനുമതി, പാലിക്കേണ്ട നടപടിക്രമങ്ങൾ. അദ്ദേഹം മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. സമയം രാത്രി 11:30. മഴ അപ്പോഴും ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. കിഴക്ക് ഭാഗത്തെ ജനലിലൂടെ മഴവെള്ളം ഒരു കണ്ണീര് പോലെ ഒഴുകി. പെട്ടെന്ന് മുറിയുടെ വാതിലിൽ ലോഹം കൊണ്ടുള്ള എന്തോ ഉരസുന്നത് പോലുള്ള ശബ്ദം. ഫാദർ ജോർജ് കസാരയിൽ നിന്നും എഴുന്നേറ്റു. അതൊരു പൂട്ട് തുറക്കുന്ന ശബ്ദമായിരുന്നില്ല, മറിച്ച് അകത്തു നിന്നും ഒരു ലോഹദണ്ഡ് വാതിലിൽ തട്ടുന്ന ശബ്ദമായിരുന്നു. അദ്ദേഹം വാതിലിൻ്റെ അടുത്ത് ചെന്ന് കാതോർത്തു. ശബ്ദം നിലച്ചു. ആ നിശബ്ദതയിൽ ഒരു മൃഗം മുറിക്കുള്ളിൽ ശ്വാസമെടുക്കുന്നതിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ജോർജ്. ആ ശബ്ദം അത് വാതിലിന് പുറത്തു നിന്നായിരുന്നില്ല, മറിച്ച് വാതിലിൻ്റെ കട്ടിയുള്ള തടി ഭേദിച്ച് മുറിയുടെ ഈർപ്പം വലിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ അടുത്തേക്ക് വന്നതുപോലെ. ഫാദർ ജോർജ് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ജലമെടുത്ത് വാതിലിലേക്ക് തളിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം കട്ടിലിൻ്റെ മുകളിൽ കിടന്നിരുന്ന പുതപ്പ് താനെ ഉയർന്നു. ഒരു കയ്യോ കാറ്റോ ആയിരുന്നില്ല അതിനെ ഉയർത്തിയത്. ഒരു വലിയ ശക്തി ആ പുതപ്പിനെ ചുഴറ്റിയെറിഞ്ഞു. പുതപ്പ് ചുമരിൽ ചെന്ന് ശക്തിയായി അടിച്ചു. എന്നിട്ട് ഒരു വലിയ സർപ്പം നിലത്ത് വീഴുന്നത് പോലെ മെല്ലെ ചുരുണ്ടു. ഫാദർ ജോർജ് കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ജലം തെളിച്ചില്ല. പേടിച്ചു പോയതുകൊണ്ടായിരുന്നില്ല,
മറിച്ച് ആ കാഴ്ചയുടെ യുക്തിയില്ലായ്മ അദ്ദേഹത്തെ മരവിപ്പിച്ചതുകൊണ്ടായിരുന്നു. "നീ ഒറ്റയ്ക്കല്ല ജോർജ്." അതേ കട്ടിയുള്ള ശബ്ദം. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന കുരിശ് രൂപം മുറുകെ പിടിച്ചു. "ഇവിടെയുള്ളത് ഒന്നോ രണ്ടോ അല്ല, തലമുറകളായി കാത്തിരിക്കുന്നവരുണ്ട്. നീ ഇവിടെ നിന്നും പോവുകയാണെങ്കിൽ നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കളിപ്പാട്ടമായി മാറാം." ഫാദർ ജോർജ് നെഞ്ചിൽ ധൈര്യം സംഭരിച്ചു. "പിശാചേ, നീ ആരാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. നിനക്കെന്നെ തൊടാൻ സാധ്യമല്ല. നീ ആരാണെന്ന് വെളിപ്പെടുത്തുക." പെട്ടെന്ന് മുറിയുടെ മേൽക്കൂരയിൽ നിന്ന് ഒരു കല്ല് അടർന്നു വീണു. അത് നിലത്ത് പതിച്ചപ്പോൾ അവിടെ നിന്നും രക്തത്തിൻ്റെ ഒരു തുള്ളി തെറിച്ചു. ആ കല്ലിൽ ഒരു പഴയ ലിഖിതം കൊത്തിയിരുന്നു. അത് ഫാദർ ജോർജിന് മനസ്സിലായില്ല. വീണ്ടും നിശബ്ദത. അദ്ദേഹം മെല്ലെ മുറിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. പൂട്ട് പുറത്ത് ഭദ്രമായി കിടക്കുന്നു. പക്ഷെ വാതിലിൽ നിന്നും ഒരു നേർത്ത ചുവന്ന വെളിച്ചം ഊർന്നിറങ്ങുന്നു. ഒരു മഷിപ്പേനയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നത് പോലെ. ആ വെളിച്ചം തറയിൽ ഒരു വാചകം എഴുതി: "നീ തോറ്റിരിക്കുന്നു." ഫാദർ മാത്യു തൻ്റെ പുസ്തകങ്ങളും വിശുദ്ധ തൈലവും വെഞ്ചരിച്ച വെള്ളവും ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി. തൻ്റെ നെഞ്ചിൽ കിടന്നിരുന്ന കുരിശ് രൂപം ഊരിയെടുത്ത് നിലത്തുവെച്ചു. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ചിന്തയും കാനോൻ നിയമങ്ങളിലുള്ള വിശ്വാസവും തകർന്നിരുന്നു. ഇവിടെയുള്ളത് മനുഷ്യൻ്റെ യുക്തിക്കപ്പുറമുള്ള ഒന്നാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ പ്രാർത്ഥന വാക്കുകളിലായിരുന്നില്ല, അത് ഒരു നിശബ്ദമായ നിലവിളിയായിരുന്നു. ആ മുറിയിലെ ഇരുട്ട് അദ്ദേഹത്തിൻ്റെ ഭയത്തെ വലുതാക്കി. ഒരു ഇരുമ്പുപെട്ടിയിൽ അടച്ചതുപോലെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടി. സഭാചരിത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ മന്ത്രവാദം ഇനി ആരംഭിക്കാൻ പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ഇതിനെ നേരിടാൻ കാനോൻ നിയമങ്ങളോ സാധാരണ പ്രാർത്ഥനകളോ മതിയാവില്ല. അദ്ദേഹം കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു. പുതപ്പ് നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നു. അതിൻ്റെ മുകളിൽ പശയുള്ള എന്തോ ഒന്ന് പറ്റിച്ചേർന്നതുപോലെ. അദ്ദേഹം ലൈറ്റെടുത്ത് സൂക്ഷിച്ചു നോക്കി. അതൊരു പഴയ ഈർപ്പം പറ്റിപ്പിടിച്ച തുണിക്കഷ്ണമായിരുന്നു. അതിൽ ഉണങ്ങിയ രക്തക്കറയും ഒരു കൊച്ചു പെൺകുട്ടിയുടെ നീണ്ട മുടിയും. ഫാദർ ജോർജ് നെഞ്ചിൽ കൈവച്ച് ഒന്നമർത്തി ശ്വാസമെടുത്തു. സമയം 4 മണിയായിട്ടും ഫാദർ ജോർജിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ വരെ അദ്ദേഹം ആ കറുത്ത തുണിക്കഷ്ണം നോക്കിയിരുന്നു. അതിൽ ഒട്ടിപ്പിടിച്ച മുടിയിഴകൾ. അത് അമ്മുവിൻ്റേതായിരുന്നില്ല. നീളമുള്ള കട്ടിയുള്ള ഒരു മുടി. അത് ഒരു സ്ത്രീയുടെയോ കുട്ടിയുടെയോ ആയിരുന്നില്ല, മറിച്ച് ഒരു മൃഗത്തിൻ്റെയോ പുരുഷൻ്റെയോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള പരുപരുപ്പ് അതിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാനോൻ നിയമ പുസ്തകങ്ങൾ നിലത്ത് ചിതറിക്കിടന്നു. ഓരോ താളുകളും വെറും കടലാസു കഷ്ണങ്ങൾ മാത്രമായി അദ്ദേഹത്തിന് തോന്നി. ഇത്രയും കാലം താൻ പഠിച്ച ദൈവശാസ്ത്രവും സഭാ നിയമങ്ങളും ഈ മുട്ടമക്കൽ കുന്നത്തെ ഒറ്റപ്പെട്ട തണുപ്പിൽ അപ്രസക്തമാകുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പുറത്ത് മഴയുടെ ശബ്ദം നിലച്ചിരുന്നു. പകരം കാറ്റിൽ ഉണങ്ങിയ വാഴയിലകൾ അലറുന്നതുപോലെയുള്ള ഒരു ശബ്ദം തങ്ങി നിന്നു. സമയം 5 മണിയായപ്പോൾ പ്രഭാത പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ ഫാദർ ജോർജ് മുറിയുടെ വാതിൽ തുറന്നു. പ്രകാശത്തിൻ്റെ ഒരു നേരിയ അംശം പോലും തറവാടിനുള്ളിൽ പ്രവേശിച്ചിരുന്നില്ല. ഇരുണ്ട അകത്തളത്തിൽ മാത്യൂസ് കാർണവർ ഒരു മെഴുകുതിരിയുമായി ഫാദർ ജോർജിനെ കാത്തുനിന്നു. "അച്ചോ, രാത്രിയിൽ..." മാത്യൂസ് വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ഫാദർ ജോർജ് ശാന്തമായി മറുപടി പറഞ്ഞു: "ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെയുള്ളത് ഒരു സാധാരണ രോഗമല്ലെന്ന് എനിക്ക് ബോധ്യമായി." "അച്ഛൻ പേടിച്ചില്ലേ?" മാത്യൂസിൻ്റെ ചോദ്യം ഭയത്തോടെയായിരുന്നു. ഫാദർ ജോർജ് മറുപടി പറഞ്ഞു: "പേടി തോന്നി. പക്ഷെ ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ആയുധം പേടിയില്ലാത്ത മനസ്സല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഞാൻ ഇതെല്ലാം തിരുമേനിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എനിക്കിവിടെ വേറെ ആരും വേണ്ട. നിങ്ങൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോവുക. എനിക്ക് ഒറ്റയ്ക്ക് അമ്മുവിനെ കാണണം." "അച്ഛൻ ഒറ്റയ്ക്കോ? അത് വലിയ അപകടമാണ്. അവൾ ആരെയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്." മാത്യൂസ് പേടിയോടെ പറഞ്ഞു. "അവളെ ഉപദ്രവിക്കുന്ന ശക്തിയെയാണ് എനിക്ക് നേരിടേണ്ടത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കും. അതുവരെ എനിക്ക് ഏകാന്തത ആവശ്യമുണ്ട്." ഫാദർ ജോർജ് അറിയിച്ചു. മാത്യൂസ് തളർന്ന മനസ്സോടെ സമ്മതിച്ചു. അദ്ദേഹവും ഡ്രൈവർ ഔസേപ്പും തറവാടിന് കാവൽ നിന്നിരുന്ന മറ്റ് 2 ജോലിക്കാരും പള്ളിയിലേക്ക് മടങ്ങി. ഫാദർ ജോർജ് വീണ്ടും ഒറ്റയ്ക്കായി. മുട്ടമക്കൽ കുന്നിലെ നിശബ്ദത ഇപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കട്ടിയുള്ള ഒരു ഭിത്തിയായി മാറി. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന റീത്ത് ഓഫ് എക്സോസിസം എന്ന ലാറ്റിൻ പുസ്തകം തുറന്നു. അതിൻ്റെ താളുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പുസ്തകം യുക്തിപരമായ ലോകത്തിൽ നിന്നും അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ് വിശ്വാസത്തിൻ്റെ ഇരുണ്ട യുദ്ധഭൂമിയിലേക്ക് കൊണ്ടെത്തിച്ചു. ശുശ്രൂഷയ്ക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം ചെയ്തു. വെഞ്ചരിച്ച വെള്ളം, വിശുദ്ധ തൈലം, കുരിശുരൂപം, വിശുദ്ധ കച്ചകൾ, ഏറ്റവും പ്രധാനമായി വിശ്വാസത്തിൻ്റെ തിളക്കം. ക്ലോക്കിൽ 12 മണിയടിച്ചപ്പോൾ ഫാദർ ജോർജ് ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ വാതിൽക്കലെത്തി. സൂര്യരശ്മിക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. കറുപ്പ് കലർന്ന ചാരനിറമായിരുന്നു ആ മുറ്റത്തിന്. അദ്ദേഹം വാതിലിലുണ്ടായിരുന്ന ഇരുമ്പ് പൂട്ട് തുറന്നു.
കീ ലോക്കിൽ കറങ്ങുന്നതിന്റെ ശബ്ദം ആ നിശബ്ദതയിൽ ഒരു ബോംബ് പൊട്ടുന്നത് പോലെ മുഴങ്ങി. വാതിൽ തുറന്നു. ഒരു നിമിഷം അകത്തുനിന്നും ഒരു വലിയ കാറ്റ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അതൊരു സാധാരണ കാറ്റായിരുന്നില്ല, മറിച്ച് അഴുകിയ ഇലകളുടെയും ഉണങ്ങിയ മണ്ണിന്റെയും തീവ്രമായ സൾഫറിന്റെയും ഗന്ധം കലർന്ന ഒരു വിഷവാതകം പോലെ. അതോടൊപ്പം പുറത്തേക്ക് വന്ന ശബ്ദം ഒരു മൃഗം അതിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ കരയുന്നത് പോലെ ഹൃദയം നുറുങ്ങുന്ന ഒരു നിലവിളിയായിരുന്നു. മുറിക്കുള്ളിൽ ഒരു കട്ടിലുണ്ടായിരുന്നു. അതിൽ ഇരുമ്പിന്റെ കട്ടിയുള്ള ചങ്ങലകളാൽ ബന്ധിതമായ ഒരു യുവതി, അമ്മു. 22 വയസ്സ് മാത്രമുള്ള സൗന്ദര്യമുള്ള തറവാടിന്റെ ഏക അവകാശി. എന്നാൽ ഇപ്പോൾ അവളുടെ ശരീരം കട്ടിലിൽ നേർരേഖയിലായിരുന്നില്ല, മറിച്ച് അവളുടെ നടുവ് ഒരു അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞിരുന്നു. തലയും കാൽപാദങ്ങളും മാത്രം കട്ടിലിൽ സ്പർശിക്കുന്നു. അത് മനുഷ്യ ശരീരത്തിന് സാധ്യമല്ലാത്ത ഒരു വളവാണ്. കണ്ണുകൾ തുറന്നിരുന്നു, എന്നാൽ അവ മുകളിലേക്ക് തലച്ചോറിന്റെ ഉള്ളിലേക്ക് എന്ന പോലെ കറങ്ങിക്കിടക്കുന്നു. കൺവെള്ളയിൽ ചുവപ്പ് നിറം കലർന്നിരുന്നു. ചുണ്ടുകൾ വലിഞ്ഞു മുറുകി വായുയുടെ കോണിൽ നുരയും പതയും. അവളുടെ വായിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. പക്ഷേ ഫാദർ ജോർജ് മുറിയിലേക്ക് കടന്നപ്പോൾ അവളുടെ ശരീരം കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് കുലുങ്ങി. അദ്ദേഹം മുറിയുടെ നടുക്ക് നിന്നുകൊണ്ട് വെഞ്ചരിച്ച വെള്ളം കയ്യിലെടുത്തു. "നീ ഞെട്ടരുത് ജോർജ്." അമ്മുവിൻ്റെ ചുണ്ടുകൾ അനങ്ങിയില്ല. പക്ഷേ മുറിയുടെ 4 മൂലകളിൽ നിന്നും ശബ്ദം ഒരുമിച്ച് അദ്ദേഹത്തെ വിളിച്ചു. "നിന്റെ വെള്ളം വെറും പച്ചവെള്ളമാണ്. നിന്റെ കുരിശ് വെറും തടിയാണ്. നിന്റെ പ്രാർത്ഥന വെറും പാഴ്വാക്കുകളാണ്. നിന്റെ പേര് ജോർജ് മാത്യു, കാനോൻ നിയമജ്ഞൻ. എന്നെ പുറത്താക്കാൻ നിന്റെ നിയമത്തിൽ എന്തു വകുപ്പാണുള്ളത് പണ്ഡിതാ?" ഫാദർ ജോർജ് ഞെട്ടിവിറച്ചു. തൻ്റെ വ്യക്തിപരമായ പേരും വൈദഗ്ധ്യവും ഈ അജ്ഞാത ശക്തി എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം വെഞ്ചരിച്ച വെള്ളം അമ്മുവിൻ്റെ നെറ്റിയിൽ തെളിച്ചു. ചൂളുന്ന ഒരു ശബ്ദം. അതൊരു ചട്ടുകം എണ്ണയിൽ വീഴുന്നത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. അമ്മുവിൻ്റെ നെറ്റിയിൽ നിന്നും പുക ഉയർന്നു. അത് കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം പുറത്തുവിട്ടു. അമ്മുവിൻ്റെ ശരീരം ഒന്ന് നിവർന്നു. ചങ്ങലകൾ ശക്തിയായി കട്ടിലിൽ ഉരസി. "വേദനിക്കുമല്ലേ? നീയാണ് വേദന," ഫാദർ ജോർജ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. "ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നീ ആരാണെന്ന് വെളിപ്പെടുത്തുക." ഞാൻ നിന്റെ ഉള്ളിലെ ഭയമാണ്. ഞാനാണ് ഇവിടെ ഭരിക്കുന്നത്. ഞാൻ നിന്റെ നിയമം. ഞാൻ നിന്റെ തെറ്റ്." ശബ്ദം പെട്ടെന്ന് മാറി. അത് ഒരു സ്ത്രീയുടെ നേർത്ത ഭംഗിയുള്ള ശബ്ദമായി. "അച്ഛാ, എന്നെ രക്ഷിക്കണേ. എനിക്ക് വയ്യ." "നീ ആരാണെന്ന് എനിക്കറിയാം. നീ ഒരു കള്ളമാണ്. നീയാണ് അവളെ വേദനിപ്പിക്കുന്നത്," ഫാദർ ജോർജ് പറഞ്ഞു. പൗലോസിന്റെ പാപം. പെട്ടെന്ന് മുറിയിലെ മൺവിളക്കണഞ്ഞു. കനത്ത ഇരുട്ട്. അതിനിടയിൽ അമ്മുവിൻ്റെ കണ്ണുകൾ മാത്രം ചുവന്ന കനൽ പോലെ തിളങ്ങി. ഇരുട്ടിൽ ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഒരു മന്ത്രം പോലെ അലച്ചു. "നിനക്കോർമ്മയുണ്ടോ നീ റോമിൽ പഠിക്കുന്ന കാലം? നിന്റെ സഹപാഠിയായിരുന്ന പൗലോസിൻ്റെ കാര്യം. പൗലോസ് നിന്റെ പേപ്പറുകൾ മോഷ്ടിച്ചപ്പോൾ നീ അവനെ ഒറ്റിക്കൊടുത്തു. അവൻ്റെ കരിയർ നശിപ്പിച്ചു. നീ ചെയ്ത ആ കാനോൻ നിയമത്തിലെ ചെറിയൊരു പിഴവ്. നീ വിചാരിച്ചത് അത് നീതിയായിരുന്നു എന്നാണ്. പക്ഷേ നീ ചെയ്തത് പാപമായിരുന്നു. നിന്റെ ഈ കൈകളിൽ പാപത്തിൻ്റെ കറയുണ്ട്. അങ്ങനെയുള്ള നിനക്കോ എന്നെ ചോദ്യം ചെയ്യാൻ അവകാശം?" ഫാദർ ജോർജ് ശ്വാസം നിലച്ചതുപോലെ നിന്നു. പൗലോസിൻ്റെ സംഭവം, അത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പോലും മറന്നുപോയ ഒരു രഹസ്യമായിരുന്നു. ഈ അന്ധകാര ശക്തി എങ്ങനെയത് മനസ്സിലാക്കി? "നീ ആരാണെന്ന് വെളിപ്പെടുത്തുക. മനുഷ്യൻ്റെ ചിന്തകളെ അറിയാൻ നിനക്ക് എന്തവകാശമുണ്ട്?" ഫാദർ ജോർജ് ഉറക്കെ പറഞ്ഞു. "അവകാശമോ? ഞാൻ നിന്റെ പാപം അറിയുന്നവനാണ്. നിന്റെ ഉറക്കം കെടുത്തുന്നവൻ. നിന്റെ ഉള്ളിൽ പൗലോസിൻ്റെ കണ്ണീരുണ്ട്. നിന്റെ പുസ്തകങ്ങളിൽ ചോരയുണ്ട്." അമ്മുവിൻ്റെ ശരീരം കട്ടിലിൽ തുള്ളിച്ചാടി. ചങ്ങലകൾ ശക്തിയായി കുലുങ്ങി. അതിൻ്റെ ലോഹകണ്ണികൾ പൊട്ടാൻ തുടങ്ങി. ഫാദർ ജോർജ് തളരാതെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ തൈലമെടുത്ത് അമ്മുവിൻ്റെ നെറ്റിയിലും കൈകളിലും കാലുകളിലും പൂശി. അമ്മുവിൻ്റെ ശരീരം തീവ്രമായി പിടച്ചു. അലർച്ച. അത് മനുഷ്യൻ്റെ അലർച്ചയായിരുന്നില്ല, മറിച്ച് ഒരു ലോഹം ചുട്ടുപൊള്ളുമ്പോൾ വരുന്ന ശബ്ദം. "എനിക്കിത് വേണ്ട. ഈ തൈലം എന്നെ പൊള്ളിക്കുന്നു. നീ ഒരു കാനോൻ നിയമജ്ഞനല്ല. നീ വെറും ഒരു കള്ളമാണ്. നീ ദൈവത്തിൻ്റെ മകനല്ല." ഫാദർ ജോർജ് തൈലം പുരട്ടിയ ഭാഗങ്ങളിൽ ചർമ്മം വിളറി നീല നിറത്തിലായി. അദ്ദേഹം തിരിഞ്ഞ് മുറിയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും പഴയതും ശക്തിയേറിയതുമായ ഒരു കുരിശ് രൂപം പുറത്തെടുത്തു. അദ്ദേഹം ആ കുരിശ് അമ്മുവിൻ്റെ നെഞ്ചിൽ വെച്ചു. ആ നിമിഷം ആ മുട്ടമക്കൽ കുന്നത്ത് ആഞ്ഞടിച്ച ഒരു ശബ്ദം. അതൊരു മിന്നലിൻ്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ഭൂമി പിളരുന്നതുപോലുള്ള ഒരലർച്ച. മുറിയുടെ ഭിത്തിയിൽ നിന്നും പൊടി അടർന്നു വീണു. തറയിൽ ഒരു വലിയ വിള്ളൽ രൂപപ്പെട്ടു. അമ്മുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു വലിയ തീജ്വാല ഉയർന്നു. അത് മുറിയിലെ കറുത്ത വായുവിൽ അലിഞ്ഞുപോയി. "മുട്ടമക്കൽ, ഈ തറവാടിൻ്റെ ശാപം നിനക്ക് കാട്ടിത്തരാം. ഈ കുടുംബം, അവർ ഒരു കരാറുണ്ടാക്കി. രക്തത്തിൻ്റെ കരാർ." ശബ്ദം മാറി. അത് വയസ്സായ സ്ത്രീയുടെ വളരെ ദുർബലമായ എന്നാൽ വിറയ്ക്കുന്ന ശബ്ദമായി. "എൻ്റെ മകനെ,
എൻ്റെ മകനെ അവർ കൊന്നു. ഈ മണ്ഡപത്തിന് താഴെ ഒരു കൊലപാതകം. ദൈവത്തെ വിളിക്കരുത് എന്ന് പറഞ്ഞ് അവർ അവൻ്റെ വായിൽ മണ്ണുകുത്തി നിറച്ചു. എൻ്റെ ശാപം. ഞാനിവിടെ കാത്തിരിക്കുന്നു 100 വർഷമായി. അത് കേട്ട് ഫാദർ ജോർജ് തറച്ചതുപോലെ നിന്നു. ഈ തറവാട്ടിലെ രഹസ്യമോ കൊലപാതകമോ? വെളിപ്പെടുത്തുക. എന്താണ് നിന്റെ പേര്? ഫാദർ ജോർജ് അലറി. അമ്മുവിൻ്റെ വായിൽ നിന്നും ആ ശബ്ദം പുറത്തു വന്നു. അത് ഭീകരമായ ഒരു ചിരിയായിരുന്നു. എൻ്റെ പേര് നിന്റെ പേരിനേക്കാൾ പഴക്കമുള്ളതാണ്. ഞാൻ നിന്റെ വിശ്വാസത്തെ തകർക്കും. നീ നിന്റെ സഭയെ ഉപേക്ഷിച്ചു പോകും. ഞാൻ നിന്നെ കൊണ്ടത് ചെയ്യിക്കും. ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു. ഇരുമ്പ് കഷ്ണങ്ങൾ മുറിയുടെ ഭിത്തികളിലേക്ക് തെറിച്ചു. അമ്മുവിൻ്റെ ശരീരം കട്ടിലിൽ നിന്നും ഉയർന്നു. 1 മീറ്ററിലധികം ഉയരത്തിൽ. അവളുടെ കണ്ണുകൾ തുറന്നിരുന്നു. എന്നാൽ അതിൽ അവളായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളോടെ പക നിറച്ച ഒരു പ്രതികാര ശക്തി. ഫാദർ ജോർജ് കണ്ടു അമ്മുവിൻ്റെ മുറിയുടെ മധ്യത്തിലുള്ള ഉയർന്നു നിൽക്കുന്ന ശരീരം. അവളുടെ കൈകൾ വായുവിൽ കറങ്ങുന്നു. ചങ്ങലയുടെ കഷ്ണങ്ങൾ നിലത്ത് വീണു. മുറിയിലെ തണുപ്പ് അദ്ദേഹത്തിൻ്റെ രക്തത്തെ മരവിപ്പിച്ചു. അദ്ദേഹം തൻ്റെ ബൈബിളിലെ പേജുകൾ വേഗത്തിൽ മറിച്ചു. മാർക്കിൻ്റെ സുവിശേഷം 9:29. ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല. ഫാദർ ജോർജ് മുട്ടുകുത്തി കണ്ണടച്ചു. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം ദുർബലമായാൽ പോലും കർത്താവ് ശക്തനാണ്. അദ്ദേഹം എഴുന്നേറ്റ് മുറിയുടെ 4 മൂലകളിലും വെഞ്ചരിച്ച വെള്ളം തളിച്ചു. നീ നുണയാണ്. നിങ്ങൾ പാപമാണ്. നിങ്ങൾ പുറത്തു പോവുക. ഞാൻ കർത്താവിൻ്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. അമ്മുവിൻ്റെ ശരീരം വേദനയോടെ ചുരുണ്ടു. അവൾ വായുവിൽ കിടന്നുകൊണ്ട് തന്നെ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി. മുട്ടമക്കൽ, രക്തം, അവൻ്റെ രക്തം. അമ്മുവിൻ്റെ വായിൽ നിന്നും ഒരൊറ്റ കഷ്ണം ഇരുണ്ട ഉണങ്ങിയ മണ്ണ് പുറത്തേക്ക് വന്നു. അത് ഫാദർ ജോർജിൻ്റെ കാലിനടുത്ത് വീണു. മണ്ണിൽ പഴയ രക്തക്കറയുടെ ഗന്ധം. ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന അവൻ്റെ ആത്മാവ് ഈ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെയും ജീവിക്കാൻ സമ്മതിക്കില്ല. നീ വന്നാലും നിന്റെ ദൈവം വന്നാലും ഇതാണെൻ്റെ പ്രതിജ്ഞ. അവൻ്റെ ശവശരീരം ഈ മണ്ഡപത്തിൻ്റെ അടിയിൽ. രക്തം, രക്തം. അവസാന വാചകം ഒരു ഇടിമിന്നൽ പോലെ മുഴങ്ങി. അമ്മുവിൻ്റെ ശരീരം വായുവിൽ നിന്നും കട്ടിലിലേക്ക് ശക്തിയായി വീണു. ഫാദർ ജോർജ് തൻ്റെ മുഷ്ടി ചുരുട്ടി. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. ഇത് വെറും ഭൂതബാധയല്ല, ഒരു കുടുംബത്തിനെ തലമുറകളായി പിന്തുടരുന്ന ശാപമാണ്. കൊലപാതകവും പ്രതികാരവും ദൈവനിഷേധവും ചേർന്ന ഒരു ഭീകര സത്യം. അദ്ദേഹം വേഗം പുറത്തേക്ക് നടന്നു. ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ വാതിൽ പുറത്തുനിന്നും പൂട്ടി. പുറത്തു വന്നപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനലിൻ്റെ ചൂടിൽ പോലും അദ്ദേഹത്തിന് തൻ്റെ ശരീരം മരവിക്കുന്നത് പോലെ തോന്നി. മാത്യൂസ് കാരണവരുടെ പഴയ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴങ്ങി. അതൊരു ശാപം പിടിച്ച സ്ഥലമാണ്. ഇനി ചെയ്യേണ്ടത് പ്രാർത്ഥനയും ഉപവാസവും മാത്രമല്ല, ഈ തറവാടിൻ്റെ പാപം കണ്ടെത്തുക എന്നതാണ്. ഈ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ അടിയിൽ എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. ഫാദർ ജോർജ് തളർച്ചയോടെ തറവാടിൻ്റെ അകത്തളത്തിലേക്ക് മടങ്ങി. അദ്ദേഹം വാതിൽ ചാരിയിട്ട് തറവാടിൻ്റെ പഴക്കമുള്ള ഭൂപടം അന്വേഷിക്കാൻ തുടങ്ങി. മണ്ഡപത്തിൻ്റെ താഴെ ഒരു രഹസ്യ അറവുണ്ടോ? കൊലപാതകത്തിൻ്റെ തെളിവുകൾ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ യുക്തി ആദ്യമായി ഭയത്തെ മറികടന്ന് ഒരു അന്വേഷകന്റെ പാതയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇനി യുദ്ധം ആത്മാവിനോട് മാത്രമല്ല, ചരിത്രത്തിനോടും കൂടിയാണ്. തറവാട്ടിലെ ഏറ്റവും പഴക്കമുള്ള മുറി. തടിയിൽ കൊത്തിയ അലമാരകളും പൊടി പിടിച്ച പുസ്തകങ്ങളുമുള്ള ഗ്രന്ഥപ്പുരയായിരുന്നു. ഫാദർ ജോർജ് ആ മുറിയിൽ കയറിയപ്പോൾ വായുവിൽ തങ്ങി നിന്ന പഴയ മഷിത്തണ്ടിൻ്റെയും പുൽച്ചെടിയുടെയും വേരുകളുടെയും ഗന്ധം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവിടെയായിരുന്നു മാത്യൂസ് കാരണവരുടെ പൂർവികർ സൂക്ഷിച്ചിരുന്ന രേഖകൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകൾ. അതിൽ മുട്ടമക്കൽ തറവാടിൻ്റെ ചരിത്രവും അതിരടയാളങ്ങളും കുടുംബത്തിലെ പ്രധാന സംഭവങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഒരു പഴയ തടിപ്പെട്ടിയിൽ നിന്നും ഈർപ്പം പറ്റിപ്പിടിച്ച് ഉറുമ്പുകൾ തിന്നാൻ തുടങ്ങിയ ഒരു ചുരുൾ കണ്ടെത്തി. അതായിരുന്നു തറവാടിൻ്റെ ആദ്യകാല ഭൂപടം. ഭൂപടം തുറന്നപ്പോൾ ഫാദർ ജോർജ് ഞെട്ടിപ്പോയി. ഒറ്റക്കൽ മണ്ഡപം എന്ന് രേഖപ്പെടുത്തിയിരുന്ന സ്ഥലത്തിന് താഴെ വളരെ ചെറുതായി കറുത്ത മഷിയിൽ ഒരു അടയാളം. മരവിച്ച കിണർ. കിണറോ? എന്തിനാണ് ഒരു കിണറിന് മുകളിൽ ഒരു മണ്ഡപം പണിതത്? കിണറുകൾ പലപ്പോഴും രഹസ്യങ്ങളും നിധികളും അല്ലെങ്കിൽ പാപങ്ങളും ഒളിപ്പിച്ചു വെക്കാനുള്ള സ്ഥലമായിരുന്നു. അദ്ദേഹം മാത്യൂസ് കാരണവരെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ നെറ്റ്വർക്ക് ലഭ്യമല്ലായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ആ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു. കയ്യിലൊരു പഴയ പെട്രോമാക്സ് വിളക്കുമായി ഫാദർ ജോർജ് വീണ്ടും മണ്ഡപത്തിൻ്റെ മുറ്റത്തേക്ക് ചെന്നു. വാതിൽ പൂട്ടിയിരുന്ന മുറി ഇപ്പോൾ നിശബ്ദമായിരുന്നു. എന്നാൽ ആ നിശബ്ദതയിൽ ഒരുതരം ഭയം ഒളിച്ചുവെച്ചിരുന്നു. അദ്ദേഹം മണ്ഡപത്തിൻ്റെ ചുറ്റും നടന്നു. മണ്ണിൽ പലയിടത്തും ഉണങ്ങിയ രക്തക്കറകൾ കാണുന്നുണ്ടായിരുന്നു. അത് അമ്മു സ്വയം ഉണ്ടാക്കിയ മുറിവുകളായിരിക്കാം. മണ്ഡപത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കറുത്ത ചതുരക്കല്ലുകൾ പാകിയ സ്ഥലത്ത് ഫാദർ ജോർജ് ശ്രദ്ധിച്ചു. അവിടെയുള്ള ഒരു കല്ലിന് മാത്രം മറ്റുള്ളവയേക്കാൾ അല്പം വ്യത്യാസമുണ്ട്. അതിൻ്റെ മുകളിൽ ഈർപ്പം കുറവായിരുന്നു. അദ്ദേഹം കല്ലിൽ കൈവച്ചമർത്തി. "തുടരുത് ജോർജ്."
അതവൻ്റെ ശവകുടീരമാണ്. എൻ്റെ ഉറങ്ങുന്ന മകൻ, അവനെ നീ ഉണർത്തരുത്. ശബ്ദം ശക്തമായിരുന്നില്ല, മറിച്ച് ഒരു നേർത്ത തേങ്ങലായിരുന്നു. അത് മുറിയുടെ ഉള്ളിൽ നിന്നും വന്നതല്ല, മറിച്ച് മണ്ഡപത്തിൻ്റെ അടിയിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും വന്നതുപോലെ തോന്നിച്ചു. ഫാദർ ജോർജ് പേടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭയം ആ നിമിഷം കാനോൻ നിയമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയിലേക്ക് വഴിമാറി. ഈ ശുശ്രൂഷ ഒരു വ്യക്തിയെ രക്ഷിക്കുക മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുക കൂടിയാണ്. അദ്ദേഹം കല്ലിന്മേൽ മുട്ടുകുത്തി കല്ല് നീക്കാൻ ശ്രമിച്ചു. കല്ല് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് ഭാരം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഒരുതരം അദൃശ്യമായ ശക്തി അതിനെ അവിടെ ഉറപ്പിച്ചു നിർത്തിയതുകൊണ്ടായിരുന്നു. നിനക്ക് കഴിയില്ല ജോർജ്, എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല. വീണ്ടും ആ ശബ്ദം കേട്ടു. അദ്ദേഹം ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലി. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ശക്തിയെ ഞാൻ തകർക്കുന്നു. ഈ കല്ല് നീങ്ങട്ടെ, ഈ രഹസ്യം പുറത്തു വരട്ടെ. പെട്ടെന്ന് ശക്തമായ ഒരു ഇടിമുഴക്കം പോലെ കല്ല് മുകളിലേക്ക് ഉയർന്നു. അത് നിലത്തു വീഴുന്നതിനു മുമ്പ് ഒരു കാറ്റ് അതിനെ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു വലിയ ദ്വാരം, ഇരുണ്ട വൃത്താകൃതിയിലുള്ള ഒരു കിണറിൻ്റെ വായുവട്ടം. ഫാദർ ജോർജ് തൻ്റെ വിളക്ക് താഴേക്ക് പിടിച്ചു. ഇരുട്ടു മാത്രം. അകത്തേക്ക് നോക്കിയപ്പോൾ ആ കിണറിൻ്റെ ഭിത്തിയിൽ നിന്നും പഴയ ഉണങ്ങിയ പായലുകളുടെ ഗന്ധവും തീവ്രമായ ദുർഗന്ധവും പുറത്തേക്ക് വന്നു. അദ്ദേഹം കയറോ കോണിയോ അന്വേഷിച്ചു. പുറത്തൊരു പഴയ ഇരുമ്പുകോണി കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് കിണറ്റിലേക്ക് ഇറക്കി. അകത്തു നിന്നും ആ തേങ്ങൽ ശബ്ദം വീണ്ടും വന്നു. വേണ്ട, എൻ്റെ മകനെ ഉണർത്തരുത്. അവൻ സമാധാനം കൊടുക്കണം. നിന്റെ അന്ത്യം ഇവിടെയായിരിക്കും, എൻ്റെ മകൻ്റെ കൂടെ. ഫാദർ ജോർജ് ധൈര്യത്തോടെ കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കിണറിൻ്റെ ഭിത്തികളിൽ കൈവച്ചപ്പോൾ തണുത്തതും വഴുവഴുപ്പുള്ളതുമായ ഒരു ദ്രാവകം അദ്ദേഹത്തിൻ്റെ കൈകളിൽ പറ്റിപ്പിടിച്ചു. അതൊരു സാധാരണ ഈർപ്പമായിരുന്നില്ല, മറിച്ച് കൊഴുപ്പുള്ള ചുവപ്പ് കലർന്ന ഒരു ദ്രാവകം. ഏകദേശം 10 അടി താഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാൽ നിലത്ത് തട്ടി. അഴുകിയ ഇലകളും ചെളിയും നിറഞ്ഞ ഒരു പ്രതലം. കിണറ്റിൽ വെള്ളമില്ല, മറിച്ച് മണ്ണ് നിറഞ്ഞിരുന്നു. അദ്ദേഹം വിളക്കുയർത്തി. അവിടെ കിണറ്റിൻ്റെ ഏറ്റവും അടിയിൽ ഒരു വലിയ ഇരുമ്പ് പേടകം. അതൊരു പെട്ടിയായിരുന്നില്ല, മറിച്ച് ഒരാളെ അടക്കം ചെയ്യാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കട്ടിയുള്ള ഇരുമ്പിൽ തീർത്ത ഒരു അറ. അതിൻ്റെ മുകളിൽ ഒരു തുരുമ്പെടുത്ത കുരിശ് രൂപം വെച്ചിരുന്നു. ഇതാണ് മുട്ടമക്കൽ കുന്നിലെ രഹസ്യം. അദ്ദേഹം ആ ഇരുമ്പ് പേടകത്തിൽ കൈവച്ച് നോക്കി. അത് സാധാരണ മണ്ണുകൊണ്ടുള്ള മൂടിയായിരുന്നില്ല, മറിച്ച് കോൺക്രീറ്റ് കൊണ്ട് പൂട്ടിയതുപോലെ ഉറച്ചതായിരുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ ആ പേടകത്തിന് മുകളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അതൊരു സാധാരണ രൂപമായിരുന്നില്ല, മറിച്ച് ഒരു നിഴൽ, ഒരു മനുഷ്യൻ്റെ രൂപം, എന്നാൽ മുഖമില്ലാത്ത കറുത്ത നിഴൽ. അത് ഫാദർ ജോർജിനെ നോക്കി തലയാട്ടി. ദൈവനാമത്തിൽ മടങ്ങിപ്പോവുക, ഫാദർ ജോർജ് ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു. നിഴൽ ശബ്ദമുണ്ടാക്കിയില്ല, മറിച്ച് ഫാദർ ജോർജിൻ്റെ പുറകിൽ ഇരുമ്പിൻ്റെ കോണിയിൽ ഒരു ഞരക്ക ശബ്ദം. ആരോ കോണിപ്പടിയിലൂടെ ഇറങ്ങി വരുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ കോണിപ്പടിയിലെ ഏറ്റവും താഴത്തെ പടി ഒരു വലിയ ഭാരം വഹിച്ചതുപോലെ ഞെങ്ങിയൊടിഞ്ഞു. കിണറ്റിലെ ഇരുട്ട് അപ്പോൾ ഒരു ജീവനുള്ള അസ്തിത്വമായി മാറി. ഫാദർ ജോർജ് പേടകം തകർക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് പേടകത്തിൽ ശക്തിയായി അടിച്ചു. കർത്താവേ, എൻ്റെ കൈകൾക്ക് ശക്തി നൽകണമേ, അദ്ദേഹം പ്രാർത്ഥിച്ചു. പേടകത്തിൽ നിന്നും കട്ടിയുള്ള കറുത്ത ഒരു ദ്രാവകം ഊർന്നിറങ്ങാൻ തുടങ്ങി. അത് വെറും മഷി പോലെ ഒഴുകി. അദ്ദേഹം പേടകത്തിൻ്റെ മുകളിൽ വിശുദ്ധ തൈലം പൂശി. ഒരു വലിയ ചിരി. പേടകത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കിണറ്റിൻ്റെ ഭിത്തികളിൽ നിന്നും. അത് ലോകത്തെ മുഴുവൻ പരിഹസിക്കുന്നതുപോലെയുള്ള ഒരു ചിരിയായിരുന്നു. മുട്ടമക്കൽ കുന്നിലെ കറുത്ത രഹസ്യം. ഒരു പുരോഹിതന് പോലും ഇത് തകർക്കാൻ കഴിയില്ല. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ പരാജയപ്പെട്ട ദൈവഭക്തൻ്റെ ആത്മാവാണ്. നിന്റെ പാപം, ഈ മണ്ണിൻ്റെ ശാപം. എൻ്റെ സഭ എന്നെ ഉപേക്ഷിച്ചു. നിന്റെ നിയമം എന്നെ കൊന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും വേട്ടയാടും. പേടകം ശക്തിയായി കുലുങ്ങി. അതിൻ്റെ പൂട്ട് തകർന്നു. അകത്തു നിന്നും കട്ടിയുള്ള ഒരു കാറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഫാദർ ജോർജ് കണ്ണടച്ചു. അദ്ദേഹം പ്രാർത്ഥന തുടർന്നു. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീ എത്ര വലിയ പാപിയാണെങ്കിലും നിനക്ക് ദൈവത്തെ എതിർക്കാൻ കഴിയില്ല. കിണറ്റിലെ നിഴൽ വലുതായി. അത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിമുറുക്കുന്നതുപോലെ തോന്നി. ശ്വാസം മുട്ടി. അദ്ദേഹം പുറത്തേക്ക് നോക്കി. മണ്ഡപത്തിൻ്റെ മുകളിൽ അമ്മുവിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അവൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഫാദർ ജോർജ് ഒറ്റപ്പെട്ടു. മുകളിലെ ഭീകരതയും താഴെ കിണറ്റിലെ രഹസ്യവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് വെറും വിശ്വാസം മാത്രം. പെട്ടെന്ന് പുറത്തുനിന്നും മാത്യൂസ് കാരണവരുടെ ശബ്ദം. അച്ചോ, അച്ചോ, പേടിക്കണ്ട, ഞങ്ങളെത്തി. ഫാദർ ജോർജ് വേഗം കിണറ്റിൽ നിന്നും മുകളിലേക്ക് കയറി. അദ്ദേഹം മണ്ഡപത്തിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അമ്മു ചങ്ങലയുടെ കഷ്ണങ്ങളുമായി മുറ്റത്ത് ഭീകര രൂപത്തിൽ നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നും ചുണ്ടുകൾ വികൃതവുമായിരുന്നു.
അവൾ തൻ്റെ അനിയന്മാരെയും വീട്ടുകാരെയും അസഹനീയമായ ശബ്ദത്തിൽ പരിഹസിച്ചു. നിങ്ങൾ ഓടിക്കോളൂ, നിങ്ങളുടെ അച്ഛനെ ഞാൻ കൊല്ലും, ഈ പുരോഹിതനെ ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് കള്ളനാക്കും. ഫാദർ ജോർജ് തളർന്നുപോയ തൻ്റെ മനസ്സോടെ അമ്മുവിൻ്റെ അടുത്തേക്ക് നടന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കില്ലെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും. മുട്ടമക്കൽ കുന്നിലെ ഇരുട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു. അമ്മുവിൻ്റെ അടുത്തെത്തിയ ഫാദർ ജോർജ് തളർന്ന മാത്യൂസിനോടും കൂട്ടരോടുമായി പറഞ്ഞു, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലും വലുതാണ്. ഈ ശക്തി ഒരു വ്യക്തിയുടെ ശരീരം മാത്രമല്ല, ഈ മണ്ണിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രത്തെയാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു കൊലപാതകമാണ്. ആ ആത്മാവിന് നീതി ലഭിച്ചാൽ മാത്രമേ ഈ ദുഷ്ടശക്തിക്ക് അമ്മുവിനെ വിട്ടു പോകാനാവൂ. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കൂടിയാണ്. കൊലപാതകമോ? മാത്യൂസ് ഭയത്തോടെ ചോദിച്ചു. ഒറ്റക്കൽ മണ്ഡപത്തിനടിയിൽ ഒരു കിണറ്റിൽ ഒരു ഇരുമ്പ് പേടകം ഞാൻ കണ്ടു. അതിലാണ് ആരെയോ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ കുടുംബത്തിലെ ആരെങ്കിലും 100 വർഷം മുമ്പ് ഒരാളെ കൊന്ന് ദൈവത്തെ നിഷേധിക്കുന്ന രൂപത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അമ്മുവിൻ്റെ ശരീരം വിട്ടുപോകാത്ത ആത്മാവ് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടേതാണ്, ഫാദർ ജോർജ് പറഞ്ഞു. തറവാട്ടിലെ അന്തരീക്ഷം നിശബ്ദമായി. ഫാദർ ജോർജ് ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ മുറ്റത്ത് കുരിശ് വരച്ചു നിന്നു. നമ്മൾ ഉപവാസത്തിൻ്റെ കഠിനമായ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മാത്രമേ ഞാൻ വെള്ളം കുടിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ ആരും മുറ്റത്ത് വരരുത്. അമ്മുവിനെ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് ഈ മുറ്റത്ത് തളയ്ക്കും. അവൾക്ക് മുറ്റത്ത് നിന്നും പുറത്തു പോകാൻ കഴിയില്ല. നിങ്ങൾ പള്ളിയിലേക്ക് മടങ്ങുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഫാദർ ജോർജ് തൻ്റെ വിശുദ്ധ കച്ച കഴുത്തിലണിഞ്ഞ് ബൈബിളിലെ ഏറ്റവും കഠിനമായ വാചകങ്ങൾ ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. അമ്മുവിൻ്റെ ശരീരം ആ ശബ്ദത്തിൽ വിറച്ചു. അവൾ മണ്ഡപത്തിലെ വാതിലിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ ഒരു അദൃശ്യശക്തി അവളെ പിടിച്ചു നിർത്തുന്നത് പോലെ അവൾ മുറ്റത്തിൻ്റെ ഒരു നിശ്ചിത അതിർത്തിയിൽ തട്ടി നിന്നു. മാത്യൂസ് കാർണവർ ഫാദർ ജോർജിൻ്റെ ആജ്ഞയനുസരിച്ച് കണ്ണീരോടെ തറവാട് വിട്ടു. ഫാദർ ജോർജ് ഒറ്റയ്ക്കായി. രാത്രിയുടെ ആദ്യയാമം. ശരീരവും മനവും തളരുന്നു. ഫാദർ ജോർജ് ഉപവാസം ആരംഭിച്ചു. അദ്ദേഹം വിശുദ്ധമായ അപ്പം കയ്യിലെടുത്ത് കഴിച്ചു. എന്നിട്ട് പൂർണ്ണമായ പ്രാർത്ഥനയിലേക്ക് മുഴുകി. രാത്രി 8 മണി. അമ്മു മുറ്റത്ത് ഭീകരമായ രൂപത്തിൽ അലറിക്കൊണ്ടിരുന്നു. അവളുടെ അലർച്ച കേട്ട് അടുത്ത കുന്നുകളിലെ പട്ടികൾ കൂട്ടമായി കുരച്ചു. നീ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പാപം ഞാൻ വെളിപ്പെടുത്തും. നിന്റെ പൗലോസ്, അവൻ ആത്മഹത്യ ചെയ്യാൻ കാരണം നീയാണ്. പീറ്റർ എന്ന ആത്മാവ് 100 വർഷത്തെ പ്രതികാരദാഹത്തോടെ മുറ്റത്ത് അലറി നിന്നു. ഫാദർ ജോർജ് മാത്യുവിൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. ഇതൊരു സാധാരണ ഭൂതബാധയല്ല, മറിച്ച് നീതിന്യായ നിഷേധത്തിൻ്റെ ഫലമായുണ്ടായ ഒരു ശാപമാണ്. കാനോൻ നിയമപ്രകാരം അർഹതപ്പെട്ട ഒരു ശവസംസ്കാര ശുശ്രൂഷ നിഷേധിക്കപ്പെട്ടാൽ ആ ആത്മാവിന് മോക്ഷം ലഭിക്കുകയില്ല. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ജലപാത്രം വലിച്ചെറിഞ്ഞു. അത് ഭീരുത്വം കൊണ്ടായിരുന്നില്ല. ഇനി വേണ്ടത് ജലമല്ല, മറിച്ച് സത്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടായിരുന്നു. പീറ്ററെ, ഫാദർ ജോർജ് ഉറച്ച സ്വരത്തിൽ വിളിച്ചു. നിന്റെ പേര് വിളിക്കാൻ എനിക്ക് ഭയമില്ല. നിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു നിരപരാധിയെ ഉപദ്രവിക്കുന്നതിലൂടെ നിനക്ക് നീതി ലഭിക്കില്ല. നിന്നെ കൊന്നവർക്ക് ഈ കുടുംബം പ്രായശ്ചിത്തം ചെയ്യട്ടെ. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നിനക്ക് അന്ത്യകൂദാശ നൽകാൻ പോകുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്മുവിൻ്റെ ശരീരം മുറ്റത്ത് താഴേക്ക് വീണു. അവൾ നിലത്ത് കിടന്ന് പിടച്ചു. അവളുടെ ഉള്ളിലെ ശക്തി ആത്മാവിൻ്റെ മോചന ശ്രമത്തിൽ തീവ്രമായി പ്രതിരോധിച്ചു. വേണ്ട, എനിക്ക് കൂദാശ വേണ്ട. എനിക്കെൻ്റെ പ്രതികാരം മതി. ഈ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും. അമ്മുവിൻ്റെ വായിൽ നിന്നും വന്ന ശബ്ദം പീറ്ററിൻ്റേതായിരുന്നില്ല. അത് പീറ്ററിൻ്റെ വേദനയെ ചൂഷണം ചെയ്യുന്ന യഥാർത്ഥ ദുഷ്ടശക്തിയുടേതായിരുന്നു. ആ ശബ്ദത്തിന് കട്ടിയുള്ള ലോഹത്തിൻ്റെ ഉരസലിൻ്റെ സ്വരമുണ്ടായിരുന്നു. ഫാദർ ജോർജ് തിരിച്ചറിഞ്ഞു, പീറ്ററിൻ്റെ ആത്മാവ് ഒരു വാതിലാണ്. യഥാർത്ഥ ദുഷ്ടശക്തി ഈ വേദനയെ ഉപയോഗിച്ച് അമ്മുവിൻ്റെ ശരീരം കൈവശപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം തളർന്ന ശരീരത്തോടെ മുറ്റത്തു നിന്നും ഒരു കോടാലിയെടുത്ത് കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കിണറ്റിൽ വെച്ച് അദ്ദേഹം ഇരുമ്പ് പേടകത്തിന് മുന്നിൽ നിന്നു. ചുറ്റും കറുത്ത നിഴലുകൾ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. നിനക്ക് കഴിയില്ല ജോർജ്, നിന്റെ കൂദാശ വെറും നുണയാണ്, നീ മരിക്കും. അദ്ദേഹം പേടകത്തിൽ കോടാലി കൊണ്ട് ശക്തിയായി അടിച്ചു. അതിൻ്റെ ശബ്ദം മുട്ടമക്കൽ കുന്നിൽ മുഴങ്ങി. ലോഹത്തിൻ്റെ ഓരോ ശബ്ദത്തിലും അമ്മു മുറ്റത്ത് കിടന്ന് പിടഞ്ഞു. പേടകത്തിൻ്റെ മുകൾ ഭാഗം തകർന്നു. ഉള്ളിൽ എല്ലുകൾ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം. ആ അസ്ഥികൂടത്തിൻ്റെ തലയോട്ടിക്കുള്ളിൽ കറുത്ത മണ്ണ് നിറച്ചിരുന്നു. ഇതാണ് സത്യം. ഫാദർ ജോർജ് തളർന്ന ശരീരത്തോടെ തൻ്റെ വിശുദ്ധ തൈലവും ബൈബിളും എടുത്തു. അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥന ചൊല്ലി. നീതി നിഷേധിക്കപ്പെട്ട പീറ്ററെ, ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. നിന്റെ കർത്താവ് നിന്റെ പാപങ്ങളും നിനക്ക് നീതി നിഷേധിച്ചവരുടെ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. നിനക്ക് സമാധാനം ലഭിക്കട്ടെ. നീ നിന്റെ പ്രതികാരവാതിൽ അടയ്ക്കുക.
ഈ ശരീരത്തെ മോചിപ്പിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അദ്ദേഹം അമ്മുവിൻ്റെ വായിൽ നിന്നും വന്ന ആ ഉണങ്ങിയ മണ്ണ് അസ്ഥികൂടത്തിൻ്റെ മുകളിൽ വെച്ചു. കിണറ്റിൽ നിന്നും ഒരു വലിയ ശബ്ദമുയർന്നു. അത് അലർച്ചയായിരുന്നില്ല, മറിച്ച് ശാന്തമായ ഒരു നെടുവീർപ്പായിരുന്നു. 100 വർഷത്തെ വേദന ഒടുവിൽ അവസാനിച്ചതുപോലെയുള്ള ഒരു ശബ്ദം. പേടകം ശക്തിയായി അടഞ്ഞു. കിണറ്റിലെ ഇരുട്ടും നിഴലും നിമിഷങ്ങൾക്കകം അപ്രത്യക്ഷമായി. ഫാദർ ജോർജ് തളർന്ന് കിണറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. അദ്ദേഹം നേരെ മുറ്റത്തേക്ക് നടന്നു. അമ്മു നിലത്ത് ശാന്തയായി കിടക്കുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. മുഖത്തെ വികൃതമായ ഭാവങ്ങൾ മാഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത തിരികെ വന്നിരുന്നു. അദ്ദേഹം അമ്മുവിൻ്റെ നെറ്റിയിൽ കൈവച്ച് വിമോചനത്തിൻ്റെ അവസാന പ്രാർത്ഥന ചൊല്ലി. നിന്നെ പീഡിപ്പിച്ച ദുഷ്ടാത്മാവേ, നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. ഈ ആത്മാവിനെ വിട്ടുപോവുക. കർത്താവിൻ്റെ വചനത്തിൽ ഈ തറവാട്ടിൽ സമാധാനമുണ്ടാവട്ടെ. ആ സമയത്ത് മുറ്റത്ത് തണുത്ത കാറ്റോ ദുർഗന്ധമോ ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ പ്രഭാതത്തിൻ്റെ സുഗന്ധം. പള്ളിയിലെ മുഴങ്ങുന്ന ശബ്ദം ദൂരെ നിന്നും കേട്ടു. കിഴക്ക് ദിക്കിൽ സൂര്യരശ്മി മുട്ടമക്കൽ കുന്നിൽ പതിച്ചു. അത് ആ ഇരുണ്ട തറവാട്ടിലേക്ക് പ്രതീക്ഷയുടെ ഒരു വെളിച്ചമായി കടന്നു വന്നു. മാത്യൂസ് കാരണവരും വീട്ടുകാരും ഓടിയെത്തി. അമ്മുവിനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഫാദർ ജോർജ് തളർന്ന ശരീരത്തോടെ പുഞ്ചിരിച്ചു. അദ്ദേഹം തൻ്റെ കൈകളിലെ മണ്ണ് കഴുകി. തന്നെ കാത്തുനിന്ന മാത്യൂസ് കാരണവരോട് ഫാദർ ജോർജ് കിണറ്റിലെ സത്യം വെളിപ്പെടുത്തി. തങ്ങളുടെ പൂർവികർ ഒരു വിശ്വാസവൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് കേട്ട് മാത്യൂസ് കണ്ണീരോടെ മാപ്പപേക്ഷിച്ചു. പീറ്ററിന് നീതി ലഭിച്ചു. പക്ഷേ അമ്മുവിനെ പീഡിപ്പിച്ചത് പീറ്ററിൻ്റെ ദുഃഖം മുതലെടുത്ത ഒരു ദുഷ്ടശക്തിയായിരുന്നു. പാപത്തിൻ്റെ വാതിലടച്ചാൽ ആ ദുഷ്ടശക്തിക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഫാദർ ജോർജ് പറഞ്ഞു. ഫാദർ ജോർജ് മാത്യു, കാനോൻ നിയമങ്ങളിൽ വിശ്വസിച്ച ആ പണ്ഡിതൻ പിന്നെയൊരിക്കലും ഭൂതബാധയെക്കുറിച്ച് സംശയിച്ചില്ല. നിയമം നീതിയും വിശ്വാസവുമാണ്. ആ രാത്രിയിൽ മുട്ടമക്കൽ കുന്നിലെ ശാപം തകർത്ത് ഒരു ആത്മാവിന് മോക്ഷം നൽകി അദ്ദേഹം തൻ്റെ പുരോഹിതൻ എന്ന കടമ പൂർത്തിയാക്കി. അവിടെ നിന്നും മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൗലോസിൻ്റെ ചിന്തകളോ പിതാവിൻ്റെ വേദനയോ ഉണ്ടായിരുന്നില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മുഖം മാത്രം. അങ്ങനെ മുട്ടമക്കൽ കുന്നത്ത് വീണ്ടും സമാധാനം വന്നു. ആരും പറയാത്ത ആ കഥ പിന്നീട് തലമുറകളിലൂടെ കൈമാറി ഒരു സത്യമായി നിലനിന്നു.